നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ നമ്മൾ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നമ്മൾ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വരുന്നതിന് മുമ്പ് സന്നിധാനത്തേക്കാണ് പോകുന്നത്. അവിടെ മണ്ഡലപൂജയോടനുബന്ധിച്ച് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അല്പസമയത്തിനകം നടക്കും. ഘോഷയാത്ര സന്നിധാനത്തെത്തി തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള പേടകം ശ്രീകോവിലേക്ക് കൊണ്ടുപോയി ഇപ്പോഴത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധനയ്ക്കുള്ള സമയമാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സന്നിധാനത്ത്. നട തുറക്കുന്നതും കാത്ത് അല്പസമയത്തിനകം നട തുറക്കും. 41 ദിവസത്തെ മണ്ഡല പൂജ, മണ്ഡലകാല തീർത്ഥാടനത്തിന് നാളെ പരിസമാപ്തി കുറിക്കുകയാണ്. നാളെയാണ് മണ്ഡലപൂജ. നാളെ ഉച്ചയ്ക്കാണ് മണ്ഡലപൂജ നടക്കുന്നത്. വൈകിട്ട് ദീപാരാധനയും അത്താഴപൂജയും കഴിഞ്ഞ് നടയടയ്ക്കും. പിന്നീട് മകരവിളക്ക് ആഘോഷങ്ങൾക്ക് പിന്നീട് വീണ്ടും നട തുറക്കും. ഇപ്പോൾ ആ മണ്ഡലകാല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ തങ്കയങ്കി ഘോഷയാത്ര. അവിടെ എത്തുകയും അത് ചാർത്തി ഉള്ള ദീപാരാധന ദർശിക്കുകയും എന്നത് അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച്, തീർത്ഥാടകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടിയാണ്. സന്നിധാനത്ത് ഇപ്പോൾ നടക്കുന്ന ഈ സായം സന്ധ്യയിലെ ദീപാരാധന ചടങ്ങ് അത് അല്പസമയത്തിനകം നട തുറക്കും. ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഘോഷയാത്ര ശരംകുത്തിയിൽ നിന്ന് വലിയ നടപ്പന്തലിലൂടെ 18-ാം പടി ചവിട്ടി അത് തങ്കയങ്കി ഘോഷയാത്ര അവിടേക്ക് എത്തിയത്. നമുക്ക് സന്നിധാനത്തേക്കും
ശബരിമലയിൽ തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ഇപ്പോൾ എല്ലാവർക്കും ദർശനത്തിനുള്ള സമയമാണ്. ആയിരക്കണക്കിന് ഭക്തർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. നടയിലും പരിസര പ്രദേശങ്ങളിലും 18-ാം പടിക്ക് താഴെയുമൊക്കെ അവരൊക്കെ ഇപ്പോൾ ഇനി 18-ാം പടി ചവിട്ടി ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തി തങ്ക അങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം ദർശിക്കും. മണ്ഡലകാല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് ഈ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും നാളത്തെ മണ്ഡലപൂജയും. നാളത്തെ മണ്ഡലപൂജയോടെയാണ് 41 ദിവസം നീണ്ടുനിന്ന ഈ മണ്ഡലകാല തീർത്ഥാടനത്തിന് പര്യവസാനം കുറിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായാണ് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുകയും അത് ചാർത്തി ഇന്ന് ഈ സായം സന്ധ്യയിൽ ദീപാരാധന നടക്കുകയും ചെയ്തു. ദേവസ്വം മന്ത്രിയുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ബോർഡ് അംഗങ്ങൾ, മറ്റൊന്ന് ഉന്നത ഉദ്യോഗസ്ഥർ, അയ്യപ്പ സേവാ സംഘം ഭാരവാഹികൾ, അങ്ങനെ നൂറുകണക്കിന് ആളുകൾ പ്രധാനപ്പെട്ട ഈ ദിവസം ദീപാരാധന ദർശിക്കുന്നതിനൊക്കെ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അശ്വിൻ പാലാഴി സന്നിധാനത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അശ്വിൻ, വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അവിടെ. ഇനിയിപ്പോൾ നാളെ മണ്ഡല പൂജയാണ്, അതിനുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. എന്തൊക്കെയാണ് സന്നിധാനത്ത് നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ അശ്വിൻ? ഇപ്പോൾ ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ സന്നിധാനത്ത് തന്നെ തുടരുകയാണ്. ദീപാരാധനയ്ക്ക് ശേഷം നിലവിൽ സന്നിധാനത്തുണ്ടായിരുന്ന സോപാനത്തിന് സമീപത്തുണ്ടായിരുന്ന ആളുകൾ, വിവിധ വകുപ്പ് മേധാവികളൊപ്പം ഡ്യൂട്ടിയിലുള്ള പോലീസുകാർ, അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ആളുകൾ, അങ്ങനെയുള്ള വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം ദർശനം നടത്തുകയാണ്. അതിന് അല്പം സമയത്തിനുള്ളിൽ തന്നെ, അധികം വൈകാതെ തന്നെ നടപ്പന്തലിൽ കാത്തിരിക്കുന്ന 10,000-കണക്കിന് ഭക്തരുണ്ട്. അവരെ 18-ാം പടി കയറ്റി തുടങ്ങും. അവർക്ക് ഈ ദർശനത്തിനുള്ള സൗകര്യം അല്പസമയത്തിനുള്ളിൽ തുടങ്ങും. രാവിലെ 11 മണിയോടുകൂടി ക്ലോസ് ചെയ്തതാണ് നട. അതിനുശേഷം ആരെയും ഭക്തരെ കടത്തിവിട്ടിരുന്നില്ല. ഇപ്പോൾ ഇതാ ഫ്ലൈ ഓവർ വഴി ഭക്തരോട് ഒഴുക്ക് തുടങ്ങിയിരിക്കുന്നു. സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഈ സോപാനത്തുള്ള ഫ്ലൈ ഓവർ തിങ്ങി നിറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. നടപ്പന്തലിൽ നിന്ന് തീർത്ഥാടകരെ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകിട്ട് 11-ന് ചടങ്ങുകളുള്ളത്. മണ്ഡല പൂജ 12 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും 12:30ക്കും ഇടയ്ക്കുള്ള, പിന്നീട് 10:50-ന് രാസനപ്പാടി അടച്ചു കഴിഞ്ഞാൽ 41 ദിവസം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ നാളുകൾക്ക് ഒരു മണ്ഡല കാലത്തിനാണ് സമാപനമാവുക. പിന്നീട് 30-ാം തീയതിയാണ് നട തുറക്കുന്നത്. മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി 19 ദിവസം നട തുറന്നിരിക്കും. അവിടെയും തീർത്ഥാടകരുടെ വലിയ തിരക്കുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ആ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായുള്ള മണ്ഡല പൂജ നാളെ അവസാനിക്കും. 41 ദിവസത്തെ വ്രതശുദ്ധിയുടെ നാളുകൾ, വീണ്ടും ഒരു മണ്ഡല കാലത്തിനായുള്ള കാത്തിരിപ്പിലേക്ക് തീർത്ഥാടകർ നാളെ കടക്കും. വിജയകുമാർ. യെസ്, അശ്വിൻ പാലാഴിയാണ് സന്നിധാനത്തു നിന്ന് വിവരങ്ങൾ നൽകുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് സോപാനത്തിന് മുന്നിലെ തിരക്കാണ്. 18-ാം പടിയിൽ ഇപ്പോൾ തീർത്ഥാടകർ 18-ാം പടി ചവിട്ടി മുകളിലേക്ക് വരികയാണ്, ഫ്ലൈ ഓവറിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സമയം അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഈ ദീപാരാധന കഴിഞ്ഞതോടുകൂടി മുഴുവൻ തീർത്ഥാടകർക്കും ദർശനത്തിന് തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം കാണുന്നതിന്, വണങ്ങുന്നതിന് ഉള്ള സമയമാണ്, അതിനുള്ള സൗകര്യമാണ്. അങ്ങനെ തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് മണ്ഡല പൂജ നടക്കുന്നത്. ഉച്ചയ്ക്ക്, നാളത്തെ സമയത്താണ്, ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മണ്ഡല പൂജ നടക്കുന്നത്. അതിനുശേഷം നടയടയ്ക്കും. പിന്നീട് 30-നാണ് മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല നട തുറക്കുന്നത്. ഈ മണ്ഡലകാല തീർത്ഥാടനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. നാളെ മണ്ഡല പൂജയും, ഈ 2 പ്രധാനപ്പെട്ട ചടങ്ങ്. അതിൽ തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയോടെ പമ്പയിലെത്തി. അതിനുശേഷം 3 മണിക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് യാത്ര തുടങ്ങി. 5 മണിയോടെ ശരംകുത്തിയിൽ സ്വീകരിച്ചു. പിന്നീട് ഘോഷയാത്രയായി നടപ്പന്തൽ വഴി 18-ാം പടി ചവിട്ടി ശ്രീകോവിലിന് മുന്നിലെത്തി. അത് ശ്രീകോവിലിലേക്ക് കൊണ്ടുപോയി അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന അത് 6:30-ക്ക് തന്നെ കഴിഞ്ഞു. ഇപ്പോൾ അതിനുശേഷം തീർത്ഥാടകർ, അയ്യപ്പ വിശ്വാസികൾ സന്നിധാനത്ത് അയ്യപ്പനെ വണങ്ങാൻ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ക്രിസ്മസ് ദിനത്തിൽ മുനമ്പത്ത് പ്രത്യാശയുടെ നേരിയ വെളിച്ചം. താമസക്കാരിൽ നിന്ന് ഭൂനികുതി വാങ്ങാമെന്ന് സർക്കാർ. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. എന്നാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്ന് മുനമ്പം സമരസമിതി വ്യക്തമാക്കി. സർക്കാരിൻ്റെത് കാപട്യമെന്ന് പ്രതിപക്ഷവും വിമർശിച്ചു. ക്രിസ്മസ് ദിവസവും 200-ലധികം ആളുകൾ സമരപ്പന്തലിൽ നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. സമരം 74-ാം ദിവസത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് കരമടക്കാനുള്ള അനുമതി നൽകാം എന്ന് സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരമാകില്ലെന്നാണ് സമരസമിതി പറയുന്നത്.
വഖഫ് രജിസ്റ്ററിൽ നിന്ന് ഭൂമി തരം മാറ്റാതെ ഭൂനികുതി സ്വീകരിക്കുന്നതിനാണ് നിലവിൽ അനുമതിയുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കരട് അഡ്വക്കേറ്റ് ജനറൽ റവന്യൂ സെക്രട്ടറിക്ക് സമർപ്പിച്ചു. സർക്കാർ പരിശോധനകൾ കഴിഞ്ഞ് അവധിക്ക് ശേഷം കോടതി തുറക്കുമ്പോൾ സർക്കാർ റിപ്പോർട്ട് കോടതി പരിഗണിക്കും. 610 കുടുംബങ്ങളുടെയും നികുതി സ്വീകരിക്കാമെന്ന നിലപാടിലേക്കാണ് സർക്കാർ എത്തിയത്. നേരത്തെ തന്നെ കരമടക്കാം എന്ന് ഗവൺമെൻറ് സമ്മതിച്ചതാണ്. പിന്നീട് അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളവരുടെ കേസും കുഴപ്പവും കൊണ്ടാണ് കരമടക്കാൻ സമ്മതിക്കാതിരുന്നത്. അവർ കോടതിയുടെ ഭാഗമായിട്ടാണ് വേണ്ടത്. എന്നാൽ ശാശ്വതമായ പരിഹാരമാണ് മുനമ്പത്ത് ആവശ്യമെന്ന് സമരസമിതി. ഞങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരം. റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിച്ചു തന്ന് വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ നിന്നും അന്യായമായി എഴുതിയെടുത്തിരിക്കുന്ന ആ വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. സർക്കാർ നൽകാൻ ഉദ്ദേശിക്കുന്ന സത്യവാങ്മൂലത്തിനെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി. സർക്കാർ നിലപാട് കാപട്യമെന്ന് വിമർശനം. ഇത് കാപട്യമാണ്, സർക്കാരിന്റെ കാപട്യമാണ്. ഇതുവരെ കൊടുത്തില്ല. ഇത്രയും നാളായിട്ട് ഇവരെ സമരം 74ാമത്തെ ദിവസം. ഇതുവരെ ഗവൺമെന്റ് അഫിഡവിറ്റ് കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. 1. 2, അടിസ്ഥാനപരമായി ആദ്യ സർക്കാർ ഇറക്കിയ 2 ഉത്തരവിലെയും ചില തെറ്റുകളുണ്ട്. ആ തെറ്റ് പരിഹരിച്ചിട്ട് വേണം ഇത് കൊടുക്കാൻ. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ജനുവരി 4-ന് ഹിയറിംഗ് ആരംഭിക്കും. റിപ്പോർട്ട് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് സമരസമിതി. ക്രിസ്മസ് ദിനമായ ഇന്ന് 200-ലധികം ആളുകൾ സമരപ്പന്തലിൽ നിരാഹാരമനുഷ്ഠിച്ചു. നാളെ മുതൽ കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളിലെ ഒരാൾ വീതം നിരാഹാരമിരിക്കും. പണം കൊടുത്തു വാങ്ങിയ ഭൂമിയുടെ എല്ലാ അവകാശങ്ങളും വേണമെന്നാണ് മുനമ്പം നിവാസികളുടെ ആവശ്യം. വരുന്ന ജുഡീഷ്യൽ കമ്മീഷനിലാണ് അവരുടെ പ്രതീക്ഷ. മുനമ്പത്ത് നിന്ന് സന്തോഷ് ശേഖർക്കൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. മുനമ്പത്ത് നിന്ന് നമ്മൾ ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. അവിടെ ആറാട്ടുപുഴയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ ഒരു വയോധിക ക്രൂരമായി കൊല്ലപ്പെട്ടു എന്ന വാർത്ത നടുക്കത്തോടെയാണ് കേരളം കേട്ടത്. തെരുവു നായയുടെ അതിക്രൂരമായ ആക്രമണത്തിൽ 81-കാരിയായ കാർത്യായനി അമ്മയുടെ മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമായിരുന്നു. 2 മണിക്കൂറോളം തെരുവു നായ്ക്കൾ കാർത്യായനി അമ്മയെ നിലത്തിട്ട് ആക്രമിച്ചു. തെരുവു നായ ശല്യം രൂക്ഷമായ പ്രദേശത്ത് വയോധികയെ പുറത്തു കിടത്തി വീടും ഗേറ്റും പൂട്ടി വീട്ടുകാർ പോയ സമയത്തായിരുന്നു നായ്ക്കളുടെ ആക്രമണമുണ്ടായത്. തെരുവുനായ ശല്യം അതിരൂക്ഷമായ പ്രദേശമാണ് ആറാട്ടുപുഴയിലെ അഴീക്കോടൻ നഗർ. ഇവിടെയാണ് 81-കാരി കാർത്യായനിയമ്മ തെരുവു നായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത്. പ്രായമായ അമ്മയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ അയൽക്കാരോട് പോലും പറയാറില്ല. മുറ്റത്തിരുന്ന് അമ്മ ആഹാരം കഴിച്ചതുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്നും നാട്ടുകാർ. ഇവരെവിടെങ്കിലും അല്ല ഒന്ന് പറയിച്ചും പോകത്തില്ല. ഈ തള്ളെ വെളിക്കിരുത്തിക്കൊണ്ട് പോകുന്നല്ലാതെ ആരോട് അയൽക്കാരുമായിട്ടൊരു സഹകരണമില്ല. അത് അവരകത്തായിരുന്നെങ്കിലും കുഴപ്പമില്ല, അവരെ പുറത്തേറ്റ് പൂട്ടി വെച്ചാ പോയിരിക്കുന്നു. അകത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം മുറിയുണ്ടെന്നും പകൽ സമയം അമ്മയുടെ ആവശ്യപ്രകാരം പുറത്തിരിക്കുന്നതാണെന്നുമാണ് മകന്റെ വാദം. അകത്ത് അമ്മയ്ക്ക് ഒരു മുറിയുണ്ട്. പക്ഷെ ഇത് ഈ സ്റ്റെപ്പ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കയറണ്ടല്ലോ, പ്രായമല്ലേ. ഞാനത് കാരണം ഞാൻ പറയാം, ഒന്നീ അമ്മ അകത്തിരി, അല്ലെങ്കിൽ വെളിയിൽ മോനെ ഞാൻ വെളിയിലേക്കാം, നീ വരുമ്പോഴത്തേനും ഞാൻ അകത്ത് കയറാം. അപ്പോൾ അവള് ചിലപ്പം വെളിയിൽ കൊണ്ട് കൊടുക്കും, അല്ലെ അകത്താണെങ്കിൽ അമ്മയ്ക്ക് അകത്തിരുന്ന് ഭക്ഷണം കൊടുക്കും. ഇതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്? തകഴി സ്വദേശിനിയായ കാർത്യായനിയമ്മ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മകൻ പ്രകാശന്റെ ഭാര്യയുടെ വീടായ ആറാട്ടുപുഴയിൽ താമസിക്കാനെത്തുന്നത്. അമ്മയെ തനിച്ചാക്കി വീടും ഗേറ്റും പൂട്ടിയായിരുന്നു ഇന്നലെ ഇരുവരും പുറത്തുപോയത്. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള വേലിക്കെട്ടിനിടയിലൂടെയാണ് നായ്ക്കൾ പുരയിടത്തിൽ എത്തിയത്. ആക്രമണത്തിൽ ഇടത്തെ കണ്ണൊഴിച്ച് മറ്റു മുഖഭാഗങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ഉച്ചയോടെയായിരുന്നു തെരുവു നായ്ക്കളുടെ ആക്രമണം. വൈകിട്ട് മകൻ വീട്ടിലെത്തുമ്പോഴും തെരുവു നായ്ക്കൾ കാർത്യായനി അമ്മയെ കടിച്ചു പറിക്കുകയായിരുന്നു. തൃക്കുന്നപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തകഴി അരയൻചിറയിലെ കാർത്യായനി അമ്മയുടെ വീട്ടിൽ സംസ്കാരം നടന്നു. തെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായ മേഖലകളിലൊന്നും തദ്ദേശ സ്ഥാപനങ്ങൾ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നതാണ് അടിസ്ഥാന വിഷയം. ഇവിടെ പ്രായമായ ഒരു അമ്മയെ, അതും അതിരൂക്ഷമായ തെരുവ് നായ ശല്യമുള്ളൊരു പ്രദേശത്ത് ഒട്ടും സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിൽ ഒറ്റയ്ക്കാക്കി വീട്ടുകാർ പുറത്തുപോയത് ഈ അപകടത്തിൻ്റെ ആഘാതം ഇരട്ടിയാക്കി. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ.
തെരുവ് നായ ശല്യം അതിരൂക്ഷമായ ഒരു മേഖലയാണിത്. അവിടെ ആവശ്യമായ നടപടികളൊന്നും എടുക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണമായി ഇപ്പോൾ ഉയരുന്നത്. ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം. ഇവിടെ ജനങ്ങളെക്കാളും കൂടുതൽ പട്ടിയെ നായ്ക്കളെ ഇഷ്ടം പോലെ. നിങ്ങൾ അപ്പുറത്തോട്ട് നോക്കിയാൽ കല്ലിൻ്റെ പടി ഞായറാഴ്ച കയറി അങ്ങോട്ട് നോക്കിയേ. അതുങ്ങളുടെ ഒന്ന് അവരെ ഒന്ന് പിടിയിലൊന്ന് പിടിച്ച് കൊടുത്താൽ കാണിച്ച ജനങ്ങളെ പട്ടി എല്ലാവരെയും ഓടിക്കുക. എല്ലാവരെ ഇപ്പം ഈയിടെ കൊണ്ട് ജനങ്ങളെ നിരത്തിയിട്ട് കടിക്കുക. അതിനൊന്നും പഞ്ചായത്ത് സർക്കാർ ആരും ഒന്നും അനങ്ങുന്നില്ല. ഇപ്പം റോഡ് സൈഡുകളിൽ തെരുവ് നായ്ക്കൾ വളരെ ബുദ്ധിമുട്ടായിരിക്കുക. ഏത് റോഡിലും ഇന്ന് തെരുവ് നായ്ക്കളുടെ ശല്യമാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ വണ്ടിയുടെ പുറകിന് ഈ പട്ടിയിട്ട് ഓടുമായിരുന്നു. അപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ പറയുകയേ വേണ്ട. അവസ്ഥ വളരെ ദയനീയമാണ്. പട്ടിയെ കൊല്ലരുതെന്ന് പറയുന്നത് എന്തൊരു ന്യായവാദം. ജനങ്ങളെ തിന്നിട്ടുണ്ടോ മാംസം കടിച്ച് തിന്നെ നിർത്തില്ലേ? ഒരു പ്രായമുള്ളൊരു മനുഷ്യനാ തിന്നെ തീർത്തില്ലേ പട്ടി? എന്നിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ അമ്മയുടെ താമസം ഇവിടെ ആണെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. ഇപ്പം ഈ പട്ട് കടിച്ചപ്പോഴാണ് ഈ അമ്മ ഇവിടെ ഉള്ളതായിട്ട് ഞങ്ങൾക്കറിയാം. നമ്മൾ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തെ പറ്റി പറയുമ്പോഴാണ് അഞ്ചുതെങ്ങ് മണ്ണാർകുളം കടപ്പുറത്ത് നിന്ന് ഒരു വാർത്ത കൂടി വരുന്നത്. അവിടെ വലിയ തെരുവ് നായ ആക്രമണം ഇപ്പോഴുണ്ടായി. കടൽ കാണാനെത്തിയ കുട്ടി ഉൾപ്പെടെ 3 പേർക്കാണ് അവിടെ തെരുവ് നായ്ക്കളുടെ കടിയേറ്റത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. പ്രതീഷ്, ഇതാ നമ്മൾ ആലപ്പുഴയിലെ ആറാട്ടുപുഴയിലെ ആ ദാരുണ സംഭവത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചുതെങ്ങിൽ നിന്നൊരു വിവരം വരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? വിജയകുമാർ, ഈ ക്രിസ്മസ് സായാഹ്നത്തിലാണ് ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം വീണ്ടും ഉണ്ടാകുന്നത്. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി അഞ്ചുതെങ്ങ് മണ്ണാർക്കുളം ഈ കടപ്പുറത്ത് എത്തിയതാണ്. ഇതിനിടെയാണ് ഈ കടപ്പുറത്തുണ്ടായിരുന്ന തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. കുട്ടി ഉൾപ്പെടെ 3 പേർക്കാണ് ഈ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. അഞ്ചുതെങ്ങ് മണ്ണാർക്കുളം സ്വദേശികളായ അഭിമന്യു, അരുൺ, ജൻവി എന്നിവർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ തിരുവനന്തപുരം ചിറയൻകീഴ് ആശുപത്രിയിൽ എത്തിച്ചു പ്രാഥമിക ശുശ്രൂഷ നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ പരിക്ക് ആഴത്തിലുള്ളതാണ് എന്നതാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്ന കാര്യം. നേരത്തെയും ഈ മേഖലയിൽ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട നേരത്തെ പരാതികൾ ഉയർന്നിരുന്നു എന്നതാണ് നാട്ടുകാരും ഈ പരിക്കേറ്റ ആളുകളും പറയുന്നത്. വിജയകുമാർ, ക്രിസ്മസ് സായാഹ്നത്തിലാണ് കടൽ തീരത്ത് ആളുകളൊക്കെ എത്തും. അങ്ങനെ കടൽ കാണാനെത്തിയ ഒരു കുടുംബം, അതിൽ ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർക്കാണ് അവിടെ തെരുവ് നായ്ക്കളുടെ കടിയേറ്റിരിക്കുന്നത്. അതിലൊരു മുറിവ് കുറച്ച് ഗുരുതരമാണ് എന്ന വിവരം കൂടി വരുന്നു. MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകി. വീണ്ടും നമ്മൾ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. എറണാകുളം നോർത്തിലെ മോക്ഷ സ്പായുടെ മറവിൽ നടന്ന അനാശാസ്യത്തിന് പൂട്ടിട്ട് പോലീസ്. 24 വാർത്ത കണ്ടതിനെ തുടർന്നാണ് നടപടിയെന്ന് പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥിനികളും വീട്ടമ്മമാരും അന്യസംസ്ഥാന യുവതികളും ഉൾപ്പെടെ നിരവധി പേരാണ് സെക്സ് റാക്കറ്റിൽപ്പെട്ടത്. ആളും മാരവും കൂടിയ കൊച്ചി നഗരത്തിൽ പെൺവാണിഭം എന്നത് പുതിയൊരു സംഭവമല്ല. എന്നാൽ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെയും ലൈസൻസുകളുടെയും മറയിൽ ഇവിടങ്ങളിൽ നടക്കുന്നത് കടുത്ത നിയമലംഘനമാണ്. ഇതേ തുടർന്നാണ് 24 വാർത്താ സംഘം ഈ വിഷയത്തിൽ വാർത്ത ചെയ്തത്. ആ വാർത്തയുടെ ചുവട് പിടിച്ച് ഇപ്പോൾ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രിയാണ് എറണാകുളം നോർത്തിലെ മോക്ഷ യൂണിസെക്സ് ആയുർവേദിക് സ്പായിൽ തിരച്ചിൽ നടത്തിയത്. തിരച്ചിലിൽ സ്പായിൽ അനാശാസ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന യുവതികളും ലൈംഗിക ആവശ്യങ്ങൾക്കെത്തിയ യുവാക്കളും പിടിയിലായി. മോക്ഷയുടെ ഉടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 24 കൊടുത്ത വാർത്തയെ തുടർന്നാണ് വ്യാപക അന്വേഷണം നടത്തിയതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞു. അപ്പോൾ ഈ കേസ് നമ്മൾ എടുത്തത് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ട് ശേഷമാണ് നമ്മൾ എടുത്തത്. നേരത്തെ ഇങ്ങനെ ഒരു നടക്കുന്നുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഒരു 24 ചാനലില് യൂട്യൂബിലെ ഒരു വാർത്ത വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട്. ആ എൻക്വയറിയുടെ ബേസിസിലാണ് നമ്മൾ ഈ കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് സ്ഥാപനം റെയ്ഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുൻപ് 24 സംഘം വാർത്ത കൊടുത്തപ്പോൾ സെക്സ് റാക്കറ്റുകളിൽ നിന്ന് പലതരത്തിലുള്ള ഭീഷണികളും ഉണ്ടായിരുന്നു. മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള നിരവധി ചർച്ചകൾ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. മലയാളിയുടെ ലൈംഗിക ആവശ്യങ്ങൾക്ക്, മലയാളിയുടെ ലൈംഗിക തൃഷ്ണകൾക്ക് ശമനമുണ്ടാകുവാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്ന് വാദിക്കുന്ന വലിയൊരു പക്ഷം ആളുകളുടെ എണ്ണം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതലാണ്. പക്ഷേ ഇത്തരത്തിൽ നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ എന്ത് സുരക്ഷയാണുള്ളത്? അവിടെ ലൈംഗിക ആവശ്യങ്ങളുമായി എത്തുന്നവരുടെ കാര്യത്തിലായാലും അവിടെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിലായാലും ഇത്തരത്തിൽ അനാശാസ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളെല്ലാം മറയാക്കുന്നത്
മസാജിംഗ് സെന്ററുകൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റുകളും ലൈസൻസുമാണ്. നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോൾ വർഷങ്ങളായുള്ള ലൈസൻസ് എടുത്തുകാട്ടിയാണ് പ്രതിരോധം. Here you will get proper massage, okay? 1 hour. Like if you want body to body, they will do body to body. If you want normal massage, they will give normal massage for 1 hour. Is it safe? Yes. Is there any police interference? It's a license. License, Yeah. full licensed. Yeah. So it's not a problem. No, there is none. പോലീസ് ഊർജിത നടപടികൾ സ്വീകരിക്കുമ്പോഴും പല സ്പാകളിലും ഇപ്പോഴും അനാശാസ്യ പ്രവർത്തനം വ്യാപകമായി നടക്കുന്നു. ഇവർക്കെതിരെ വ്യക്തമായിട്ടുള്ള പരാതികൾ ഇല്ല എന്നത് പോലീസ് നേരിടുന്ന പ്രതിസന്ധിയാണ്. ഇത്തരം സ്ഥാപനങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും വേണ്ടത്ര സുരക്ഷ ഉറപ്പാക്കുന്നുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ചും അന്വേഷണങ്ങൾ നടത്തേണ്ടതുണ്ട്. അന്യസംസ്ഥാന യുവതികളും വീട്ടമ്മമാരും കോളേജ് വിദ്യാർത്ഥിനികളും അടക്കം നിരവധി പെൺകുട്ടികളാണ്, സ്ത്രീകളാണ് ഈ സെക്സ് റാക്കറ്റുകളുടെ വലയിൽ പെട്ടുകിടക്കുന്നത്. ഒരു റെയ്ഡ് കൊണ്ടൊന്നും തീരുന്നതല്ല ഈ പ്രശ്നം. ശാശ്വതമായ പരിഹാരം ഭാവിയിലെങ്കിലും ഉണ്ടാകട്ടെ. അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ആലുവ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് സ്ഥാപിച്ച ഫ്ലെക്സുകളും കൊടികളും അഴിച്ചുമാറ്റാൻ ഹൈക്കോടതി നിർദ്ദേശം. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ FIR ഇടാനും 75,000 രൂപ പിഴയടയ്ക്കാനുമാണ് നിർദ്ദേശം. ആലുവ മുനിസിപ്പൽ സെക്രട്ടറിക്കാണ് കോടതി നിർദ്ദേശം നൽകിയത്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, എന്താണ് വിവരങ്ങൾ? ഇത് നേരത്തെ ഫ്ലെക്സുകളും ഈ കാഴ്ച മറയ്ക്കുന്ന ആളുകളുടെ ഈ നടപ്പാതയിൽ നടക്കാൻ കഴിയാത്ത തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫ്ലെക്സുകളൊക്കെ മാറ്റണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചതാണ്. അത് പാലിക്കാൻ ഒരു സമയപരിധിയും വെച്ചതാണ്. അതിനുശേഷം സ്ഥാപിച്ചതാണോ ഇത്, അതോ അന്ന് നീക്കാതിരുന്നതാണോ? വിജയകുമാർ, ഇന്ന് ആലുവയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ സ്ഥാപിച്ച നിരവധി ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും കണ്ടത്. അടുത്ത ദിവസം നടക്കാനിരിക്കുന്ന കോൺഗ്രസിന്റെ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ ഫ്ലെക്സുകളും അനധികൃതമായി കൊടിതോരണങ്ങളും നഗരത്തിൽ സ്ഥാപിച്ചത്. ഇതോടെ ജഡ്ജി ആലുവ നഗരസഭാ സെക്രട്ടറിയെ വിളിച്ച് ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ ഈ കൊടിതോരണങ്ങളും അനധികൃത ഫ്ലെക്സും നീക്കം ചെയ്തില്ല എങ്കിൽ നഗരസഭാ സെക്രട്ടറിക്കെതിരെ കേസെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഇതോടെയാണ് നഗരസഭയിലെ ജീവനക്കാർ അവധി ദിവസമായിട്ടും വളരെ വേഗത്തിലെത്തി കോൺഗ്രസ് സ്ഥാപിച്ച ഫ്ലെക്സുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്തത്. ഇത്തരത്തിൽ അനധികൃതമായി കൊടിതോരണങ്ങളും ഫ്ലെക്സുകളും സ്ഥാപിച്ചവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും 75,000 രൂപ പിഴ ഈടാക്കാനും നിർദ്ദേശിച്ചാണ് ജഡ്ജി മടങ്ങിയത്. ഏതായാലും അടുത്ത ദിവസം ഈ കേസ് പരിഗണിക്കുമ്പോൾ ആലുവയിൽ അദ്ദേഹം നേരിട്ട് കണ്ട ഈ കാര്യം കൂടി കേസിന്റെ ഭാഗമായി പരാമർശ വിധേയമാകുന്ന കാര്യം ഉറപ്പാണ്. വിജയകുമാർ, യെസ്, നടപടി സ്വീകരിച്ചില്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യണം, പിഴ ചുമത്തണം. അത്തരം നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. അതിൽ കർശനമായ നടപടി ഇന്ന് വൈകിട്ട് 6 മണി എന്നതായിരുന്നു കോടതി മുന്നോട്ട് വെച്ച സമയപരിധി. അതിനു മുമ്പ് അഴിച്ചു മാറ്റണം. അത് അഴിച്ചു നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പത്തനംതിട്ട തിരുവല്ലയ്ക്കടുത്ത് കുമ്പനാട്ട് ക്രിസ്മസ് കരാൾ സംഘത്തിന് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണമാണ് ഉണ്ടായത്. നേരത്തെയും ഇതിന് സമാനമായ ചില റിപ്പോർട്ടുകൾ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് വന്നിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർക്ക് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാത്രി 1:30യോടെയാണ് കുമ്പനാട് എക്സോഡസ് ചർച്ചിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള കാരൽ സംഘത്തെ ആക്രമിച്ചത്. കാരൽ അവസാന വീട്ടിലെത്തിയപ്പോഴായിരുന്നു ആക്രമണം. പ്രതികൾ കടയിലിരുന്നപ്പോൾ മുഖത്ത് കാറിന്റെ ഹെഡ്ലൈറ്റ് അടിച്ചതാണ് ആക്രമണത്തിന് പ്രകോപിപ്പിച്ചത്. വീടിന്റെ ഗേറ്റ് തള്ളി തുറന്നും മതിൽ ചാടിയും സംഘം അകത്തു കയറി ആക്രമിച്ചു. 3/4 മണിക്കൂറോളം ആക്രമണം തുടർന്നു. പോലീസ് എത്തിയപ്പോൾ ചിതറിയോടി. അക്രമി സംഘത്തിലെ ഒരാൾ കാരൽ സംഘം തന്നെ പിടികൂടി പോലീസിന് കൈമാറിയിരുന്നു. കണ്ണിൽ ലൈറ്റ് അടിച്ചുകൊണ്ട് അടിച്ച ആ ഒരു പ്രശ്നം പറഞ്ഞു. ആ പ്രശ്നത്തിന് ചോദിക്കണമെന്ന് വേണ്ടി വന്നത് അവർ കുറേ പേരുണ്ടായിരുന്നു. ഈ ഫ്രണ്ടിലിരിക്കുന്നവർ ഇത് പറയുന്നു, പുറകിനും ആള് കണക്ട് ആവുന്നുണ്ട്. പക്ഷെ പുറകിന് വരുന്നവർക്ക് പോലും അറിയുന്നില്ല. ഇവർ ഗേറ്റ് പിടിക്കുന്ന കണ്ട് അവർ പോകുന്നു, കുറച്ച് പേര് മതിൽ ചാടുന്നു. ഞങ്ങൾ ഭയങ്കരമായിട്ട് ഭയന്നു പോയി. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനേ അല്ലായിരുന്നു. ആക്രമണത്തിന്റെ വീഡിയോ എടുത്തത് പ്രതികളെ തിരിച്ചറിയാൻ സഹായകരമായി. പോലീസ് അതിവേഗം ഇടപെട്ടതിൽ ആശ്വാസമുണ്ടെന്ന് ആക്രമണത്തിനിരയായവർ പറഞ്ഞു. വലിയൊരു മരണകഷ്ണവും പിന്നെ സൈക്കിൾ ചെയിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇറ്റ് വാസ് വെരി വെരി സ്കെയറി ബിക്കോസ്
ഇവരോടൊന്നും പറയാൻ നമുക്ക് പറ്റുന്നില്ല. ഇവർ മനനില തെറ്റി, അതായത് മദ്യവും മയക്കുമരുന്നോ എന്തോ ആയിട്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അങ്ങ് ഭ്രാന്ത് പിടിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മളെ ഇപ്പം കൊന്നുകളയെന്നുള്ള ദേഷ്യത്തിൽ ഒരു കാരണവും ഇല്ലാതെ. സംഭവത്തിൽ ഷെറിൻ, ബിബിന നന്ദു, അജിൻ എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ആക്രമണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കുമ്പനാട് പ്രതിഷേധക്കാരൽ നടത്തി. പാലക്കാട് സംഭവത്തിന് തൊട്ടു പിന്നാലെ ക്രിസ്മസ് ദിനത്തിൽ നടന്ന ആക്രമണം ഏവരെയും ഞെട്ടിച്ചുവെങ്കിലും പിന്നിൽ രാഷ്ട്രീയമില്ലെന്നാണ് വിലയിരുത്തൽ. ആക്രമണത്തിൽ ഉൾപ്പെട്ട മറ്റു 11 പേരെയും എത്രയും വേഗം പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. പത്തനംതിട്ടയിൽ നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. NCCയുടെ ചരിത്രത്തിൽ കെട്ടുകേഴ്വയില്ലാത്ത വാർത്തകളാണ് തൃക്കാക്കരയിലെ ക്യാമ്പിൽ നിന്നും പുറത്തു വന്നത്. ഭക്ഷ്യവിഷബാധയുണ്ടായി എന്ന് മാത്രമല്ല, വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണിക്കും ഇരയായി കുട്ടികൾ. ശാരീരിക അവശതകളേക്കാൾ മാനസികമായി ഉണ്ടായ ആഘാതത്തിൽ നിന്ന് മോചിതരായിട്ടില്ല ക്യാമ്പിലേക്ക് എത്തിയ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ. സാബ് എന്ന് വിളിക്കുന്ന ഉദ്യോഗസ്ഥനെ കുട്ടികൾ തിരിച്ചറിയുമെന്ന് പറയുമ്പോഴും കൊലപാതക ഭീഷണി നടത്തിയ ഉദ്യോഗസ്ഥൻ നിയമത്തിന് മുന്നിൽ വരണമെന്നാണ് രക്ഷിതാക്കളുടെ ആവശ്യം. നാളെ വീണ്ടും ക്യാമ്പ് തുടങ്ങാനിരിക്കെ കുട്ടികൾക്ക് പരാതിയുണ്ടെങ്കിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. തൃക്കാക്കര KNM കോളേജിൽ നടന്ന NCC ക്യാമ്പിൽ കുട്ടികൾ നേരിട്ടത് കൊടും ക്രൂരതയായിരുന്നു. 13ഉം 14ഉം വയസ്സുള്ള കുട്ടികളെ ഭക്ഷ്യവിഷബാധയേറ്റ കാര്യം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്നാണ് NCCയിലെ ചില ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയത്. മികച്ച പൗരന്മാരാകുമെന്ന വിശ്വാസത്തോടെയാണ് മാതാപിതാക്കൾ കുട്ടികളെ NCC ക്യാമ്പുകളിലേക്ക് അയക്കുന്നത്. ആ ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായതിന് പിന്നാലെയാണ് വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് തങ്ങളെ ഭീഷണിപ്പെടുത്തിയതായി ഈ പെൺകുട്ടികൾ തുറന്നു പറയുന്നത്. ഞെട്ടലോടെയല്ലാതെ ഈ കുട്ടികളുടെ വാക്കുകൾ കേട്ടിരിക്കാനാകില്ല. നല്ല പാഠങ്ങൾ പഠിക്കാനായി എത്തിയ കുട്ടികളോട് കൊല്ലും കൊലയും നടത്തുമെന്ന് പറഞ്ഞ NCCയുടെ ആ സാബ് കുട്ടികളുടെ മനസ്സിലേൽപ്പിച്ച ആഘാതം ചെറുതല്ല. ശാരീരിക ബുദ്ധിമുട്ടുകളേക്കാൾ തങ്ങൾ കേട്ട ഭീഷണിയാണ് ഈ കുട്ടികളെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതോടെയാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനെ സമീപിക്കാൻ കുട്ടികളുടെ രക്ഷിതാക്കൾ തയ്യാറാകുന്നത്. പരാതി കൊടുക്കണം. കാരണം ഇന്ന് ഞങ്ങളുടെ കുട്ടികൾക്ക് വന്ന അവസ്ഥ നാളെ ഒരുങ്ങി നിൽക്കുന്ന ഒരുപാട് പിള്ളേരെ മക്കളുണ്ട് ഞങ്ങളെപ്പോലെ. അപ്പോൾ അവർക്ക് ഈ അവസ്ഥ വരാൻ പാടില്ല. അതുകൊണ്ട് ഇതിന് നല്ലപോലെ നടപടി എടുക്കണം. ഞങ്ങൾക്ക് അതിൽ പോലീസിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തേ പറ്റൂ. ഭക്ഷ്യവിഷബാധ ഉണ്ടായി കുട്ടികൾ കുഴഞ്ഞു വീഴുമ്പോൾ നിങ്ങൾ കാണിക്കുന്നത് കള്ളത്തരമാണെന്ന് പറയാനാണ് ഉദ്യോഗസ്ഥർ മത്സരിച്ചതെന്നും കുട്ടികൾ പറയുന്നു. വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷ്യവസ്തുക്കൾ ബാഗിൽ നിന്നെടുത്ത് പുറത്തിട്ട് കുട്ടികളുടെ മുന്നിൽ വെച്ച് തന്നെ ചവിട്ടിയരച്ചും ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് മാനസികാഘാതം നൽകി. ആ ശ്രീവർണ്ണ കാര്യം പുറത്തു പറഞ്ഞാൽ നിങ്ങളെ പൊക്കത്തോണ്ട് ഉന്തിയിടും, അങ്ങനെ കുറെ ഭീഷണിയൊക്കെ ഉണ്ടായി. കുറെ ഒക്കെ പറഞ്ഞു ഫുഡിന്റെ പ്രശ്നം. അവർ പറയണ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനത്തിനാണെന്ന് പറഞ്ഞു. എന്നിട്ടില്ലേ അവർ ഞങ്ങളുടെ മുമ്പിട്ട് ചവിട്ടി അരച്ച് അതുകൊണ്ട് അതിന്റെ പൊക്കത്തോടെ അങ്ങാടിങ്ങാട് നടക്കാൻ ഞങ്ങളെ പരേഡയിപ്പിക്കണത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു ആൺകുട്ടിയെ ഇടിവള കൊണ്ടാണ് NCCയിലെ ഒരു ഉദ്യോഗസ്ഥൻ മർദ്ദിച്ചത്. ക്യാമ്പിൽ ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ നടന്നപ്പോഴും പുറത്തു പറഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന ഭീഷണിയാണ് കുട്ടികൾ അഭിമുഖീകരിച്ചത്. കുട്ടികൾ കുഴഞ്ഞു വീണ സമയത്ത് വാഹനത്തിൽ കയറ്റാനോ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ ആദ്യം ആരും തയ്യാറായിരുന്നില്ല എന്നും ക്യാമ്പിൽ പങ്കെടുത്ത നിരവധി കുട്ടികൾ ആണയിട്ട് പറയുന്നു. വൈദ്യസഹായം തേടിയെത്തിയ കുട്ടികളെ ഭീഷണിപ്പെടുത്തി തിരികെ മുറികളിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. 4-5 വട്ടം ഛർദ്ദിച്ചാൽ ഒരാളെ അവിടെ MI റൂമിൽ കിടത്തുള്ളൂ, ഒരാൾക്ക് മരുന്ന് കൊടുക്കുകയുള്ളൂ, ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ. ഞങ്ങളൊരു 11 പിള്ളേർ ആ സമയത്തിൽ ഭയങ്കര എമർജൻസി ആയിട്ടുണ്ടായി. അതിൽ 4 പേരെ കയറ്റുള്ളൂ. കയറ്റിയപ്പോൾ കുറച്ച് പിള്ളേരെ ഇറക്കി വിട്ട്. ഇവർക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളെന്ന് പറഞ്ഞ് ഇവരെ ഇറക്കി വിട്ട്. ഈ ഡോക്ടർ പറയണത് 3-4 വട്ടം ഛർദ്ദിച്ചവരെ മാത്രം കൊണ്ടുവന്നാൽ മതി, ഇവിടെ ബാക്കി ആരെയും കിടത്തണ്ട. കുറച്ച് പിള്ളേരെ കിടത്തിയ പിള്ളേരെ അവിടെ എഴുന്നേപ്പിച്ച് വിട്ട്. ഒരു NCC ക്യാമ്പിലും സംഭവിക്കാൻ പാടില്ലാത്ത, കേട്ടുകേൾവി പോലുമില്ലാത്ത ഇത്തരം ഭീഷണിക്ക് മുതിർന്ന ഉദ്യോഗസ്ഥനെ കണ്ടെത്തുക തന്നെ വേണം. പോലീസിന് നൽകിയ പരാതിയിൽ നടപടിയുണ്ടായില്ല എങ്കിൽ മുഖ്യമന്ത്രിയെയും കോടതിയെയും സമീപിക്കുമെന്നും രക്ഷിതാക്കൾ ഉറപ്പിച്ചു പറയുന്നു. രാജ്യസ്നേഹവും അച്ചടക്കവുമുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്നതിനാണ് NCC പോലുള്ള പ്രസ്ഥാനങ്ങളിൽ കുട്ടികളെ നമ്മുടെ രക്ഷിതാക്കൾ അയക്കുന്നത്. അവിടെ എത്തുന്ന കുട്ടികളോട് നിയമവിരുദ്ധമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥർ നിയമത്തിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുക തന്നെ വേണം. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.
പ്രേക്ഷകരുടെ വളരെ സജീവമായ പ്രതികരണങ്ങൾ ഈ വാർത്തകളിൽ, ഈ റിപ്പോർട്ടുകളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൽ ചിലത് ഈ എറണാകുളത്ത് വ്യാജ സർട്ടിഫിക്കറ്റ് സംഘം ഉണ്ട്, അത് പണ്ടേ ഉള്ളതാണ്, ഇതൊക്കെ ഇപ്പോഴാണോ നിയമപാലകർ അറിയുന്നത് എന്ന് ചോദിക്കുകയാണ് സോണി റോണി. നേരത്തെയും അത്തരം ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതിൽ ചില നടപടികളൊക്കെ ഉണ്ടായി എന്ന് മാത്രം. മറ്റു ചില പ്രതികരണങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട്. ഈ NCC അതിൽ അവരെന്താണ് പഠിപ്പിക്കുന്നത്, അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന് വർഗീസ് ചോദിക്കുകയാണ്. നേരത്തെ NCC ക്യാമ്പുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ പരാതികൾ ആണ് പുറത്തു വന്നത്. കുട്ടികൾ നേരിട്ട് ആ പരാതി മാധ്യമങ്ങളോട് പറയുകയാണ്. അപ്പോൾ അതിൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ, മാതാപിതാക്കൾ അന്വേഷിക്കുന്നുണ്ടോ എന്നാണ് വർഗീസ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കേരളം തന്നെയാണോ കുട്ടികളെ ഭീഷണിപ്പെടുത്തി ആണോ NCCയിൽ കൊണ്ടുപോകുന്ന, അവർക്കെതിരെ നടപടിയെടുക്കേണ്ടേ എന്ന് രവികുമാർ PB ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ റിപ്പോർട്ടുകളിൽ വളരെ സജീവമായ പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പൊതുജനം കഴുതയല്ല സാർ എന്ന ജനകീയ വാർത്താ മണിക്കൂർ തുടരുകയാണ്. തൃശൂർ ചെറുതുരുത്തിയിൽ യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 5 പേർ അറസ്റ്റിലായി എന്ന പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നുണ്ട്. പ്രതികളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട നീക്കം ഈ വിഷയത്തിൽ പോലീസ് നടത്തുന്നു എന്നാണ് തൃശൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മതസൗഹാർദ്ദത്തിന്റെ പുതുമാതൃക സൃഷ്ടിച്ച് പോത്തൻകോട് ശാന്തിഗിരിയിൽ ക്രിസ്മസ് ആഘോഷം. ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഭാഗമായാണ് ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചത്. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ജനുവരി 1 വരെ ഫെസ്റ്റിൽ പ്രവേശനം സൗജന്യമാണ്. കാഴ്ചയുടെ പുതുവസന്തം സൃഷ്ടിക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിൽ ഇന്നു മുതൽ കൂടുതൽ ആകർഷണങ്ങൾ. 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ജനുവരി 1 വരെ പ്രവേശനം സൗജന്യം. സ്കൂൾ ഐഡന്റിറ്റി കാർഡുമായി ഫെസ്റ്റിലേക്ക് എത്തുന്നവർക്കാണ് സൗജന്യ പ്രവേശനം. ഇന്ന് രാവിലെ ക്രിസ്മസ് ആഘോഷവും കേക്ക് മുറിക്കലും ശാന്തിഗിരിയിൽ ഒരുക്കി. ഫ്ലവേഴ്സിലൂടെ വൈറലായ പൊടിയൻ കൊച്ചേട്ടനും സംഘവും അവതരിപ്പിക്കുന്ന കോമഡി ഷോയും ഇന്നത്തെ പ്രത്യേകതയാണ്. കൽക്കി ബാൻഡിന്റെ മ്യൂസിക്കൽ ഷോയും ഇന്ന് ശാന്തിഗിരിയെ ഉത്സവാന്തരീക്ഷത്തിലെത്തിക്കും. ശാന്തിഗിരി ആശ്രമം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ 1 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ഒരു ക്രിസ്മസ് സമ്മാനമാണ് ഈ ഫെസ്റ്റിലോട്ട് അവരുടെ ഫ്രീ എൻട്രി എന്നുള്ളത് തന്നെ. ഏതാണ്ട് നമ്മളൊരു 2-3 ലക്ഷം കുട്ടികളെ ഈ 3 ജില്ലകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അതാണ് ക്രിസ്മസ് ദിനത്തിൽ ശാന്തിഗിരി ആശ്രമം കുട്ടികൾക്ക് വേണ്ടി നൽകുന്ന ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനം. വലിയ സ്വീകരണമാണ് ശാന്തിഗിരി ഫെസ്റ്റിന് ലഭിക്കുന്നത്. വമ്പൻ ഫ്ലവർ ഷോയ്ക്ക് പുറമെ കുട്ടികൾക്കായുള്ള വിവിധ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഫ്ലവേഴ്സിന്റെ കുട്ടേട്ടനും മഞ്ഞിന്റെ അത്ഭുത ലോകത്തേക്കുള്ള സ്നോ ഹൗസും കാണാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 24 തിരുവനന്തപുരം.